നമസ്കാരം. കർമ്മ ബിഗ് ബ്രേക്കിംഗ്. ഹമാസിന്റെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു. ആയുധം വച്ച് നിരുപാധികം കീഴടങ്ങാനും ഇസ്രായേൽ ബന്ദികളെ വിട്ടയക്കാനും ഹമാസിനോട് മറ്റ് ഭീകര സംഘടനാ നേതാക്കളും അറബ് രാജ്യങ്ങളും ജൂതൻ എല്ലാം തകർക്കും, നശിപ്പിക്കും, ആവശ്യമെങ്കിൽ ആണവായുധവും ഉപയോഗിക്കും. ഈജിപ്തിൽ ഭീകര സംഘടനാ നേതാക്കളുടെ ചർച്ചയും യോഗവും പുരോഗമിക്കുന്നു. കർമ്മ ബിഗ് ബ്രേക്കിംഗ് ന്യൂസ്. യുദ്ധഭൂമിയിൽ നിന്നും വൈകി വരുന്ന വാർത്തകൾ പ്രകാരം ഹമാസിന്റെ മേലെ ആയുധം താഴെ വയ്ക്കുവാനുള്ള ശക്തമായിട്ടുള്ള ചില തീരുമാനങ്ങളും നടപടികളും അറബ് രാജ്യങ്ങളും മറ്റും എടുക്കുകയാണ്. ഇതിന്റെ മുന്നിട്ട് നിൽക്കുന്നത് ഖത്തർ തന്നെയാണ്. മാത്രമല്ല, ഈജിപ്ത് പരസ്യമായ ശാസന ഹമാസിന്റെ മേൽ ഇപ്പോൾ നടത്തിക്കഴിഞ്ഞു. ഗാസയിൽ വെടിനിർത്തുവാനുള്ള ശക്തമായ സമ്മർദ്ദങ്ങൾക്ക് ഗൾഫ് രാജ്യവും ഈജിപ്തും ഹമാസിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ആക്രമണം പരിപൂർണമായിട്ടും അവസാനിപ്പിക്കണം. ആയുധം താഴെ വെച്ചില്ലെങ്കിൽ വരാൻ പോകുന്നത് ഗാസയിൽ ഭീകരമായ സംഭവങ്ങളും ദുരന്തപൂർണമായ ദിനങ്ങളും എന്ന് ഈജിപ്തിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. അത് ഹമാസിനുള്ള മുന്നറിയിപ്പാണ്. ഗാസയിലെ പോരാട്ടത്തിൽ മാനുഷികമായ താൽക്കാലിക വെടിനിർത്തലെങ്കിലും അംഗീകരിക്കുവാൻ ഹമാസ് തയ്യാറാകണം. അത്തരത്തിലുള്ള വെടിനിർത്തൽ പോലും തയ്യാറായിട്ടില്ല എങ്കിൽ വലിയ തോതിലുള്ള ദുരന്തം ഗാസാവാസികളും പലസ്തീനും ഏറ്റുവാങ്ങേണ്ടി വരും. ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥർ പറഞ്ഞതായി പലസ്തീൻ ഖുർദ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ബന്ദികളെ മോചിപ്പിക്കുവാനുള്ള സാധ്യമായ എല്ലാ കരാറുകളും നടത്തുമെന്നും ചർച്ചകൾക്കായി സദാസമയവും ഞങ്ങൾ തയ്യാറാണ് എന്നും കെയ്റോയിലെത്തിയ നേതാവ് ഇസ്മായിൽ ഹനിയ വ്യക്തമാക്കി. ഇസ്മായിൽ ഹനിയ ഹമാസിനോട് സമ്പൂർണമായിട്ടുള്ള വെടിനിർത്തൽ ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആക്രമണം പരിപൂർണമായിട്ടും അവസാനിപ്പിക്കുക, ഇസ്രായേലിന്റെ ബന്ദികളെ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കുക, ഈ മാരകമായിട്ടുള്ള യുദ്ധം താൽക്കാലികമെങ്കിലും ആയിട്ടെങ്കിലും അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ പലസ്തീനികളെ ഒരുപാട് ബാധിക്കുന്നു. പലസ്തീന്റെ നിരവധി ഭാഗങ്ങൾ പൂർണ്ണമായിട്ടും യുദ്ധത്തിൽ അമർന്നു കഴിഞ്ഞു. കൊടും പട്ടിണിയിലും നരകതുല്യമാണ് ജനങ്ങളുടെ അവസ്ഥ. ഏതാനും ചില ഹമാസ് ഭീകരന്മാർക്കും വേണ്ടിയിട്ടും ആശയങ്ങൾക്കും വേണ്ടിയിട്ടും ജനങ്ങളെ ബന്ദികളാക്കിയിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കണം എന്നാണ് ഈജിപ്തിന്റെ വ്യക്തമായിട്ടുള്ള നിലപാട്. എന്നാൽ ഹമാസിനെ പൂർണ്ണമായും തകർക്കുന്നത് വരെ യുദ്ധം അവസാനിപ്പിക്കുകയില്ല എന്ന് മറുവശത്ത് ഇസ്രായേൽ പറയുന്നു. ഇസ്രായേലിന്റെ നിലപാട് വെടിനിർത്തൽ നടത്തുകയില്ല, യുദ്ധം അവസാനിപ്പിക്കുകയില്ല, ഹമാസിന്റെ അവസാനമാണ് ഈ യുദ്ധത്തിന്റെ അന്ത്യം. ഇതാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി. അതുപോലെ തന്നെ ഇസ്ലാമിക നേതാവ് സിയാദ് അൽ നഖ്ല ദിവസങ്ങൾക്കുള്ളിൽ ഈജിപ്ത് സന്ദർശിക്കുമെന്നും വെടിനിർത്തലിനുള്ള നിർദ്ദേശം അംഗീകരിക്കും എന്നും ഇപ്പോൾ റിപ്പോർട്ട് വരുന്നു. ഇസ്ലാമിക് ജിഹാദും ഇപ്പോൾ വെടിനിർത്താൻ സമ്മർദ്ദം ചെലുത്തുകയാണ് എന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. നമുക്കറിയാം, എല്ലാ കാലത്തും ഇസ്ലാമിക് ജിഹാദ് വലിയ തോതിലുള്ള യുദ്ധങ്ങളും ആക്രമണങ്ങൾക്കുമായാണ് നേതൃത്വം കൊടുക്കുന്നതും ആഹ്വാനം നടത്തുന്നതും. ആ ഇസ്ലാമിക് ജിഹാദ് ഇപ്പോൾ വെടിനിർത്തി ഗാസയെ എങ്ങനെയെങ്കിലും ഈ ഇസ്രായേലിന്റെ കരങ്ങളിൽ നിന്നും രക്ഷിക്കുവാനാണ് ഇപ്പോൾ ആഹ്വാനം ചെയ്യുന്നത്. ഈജിപ്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ചർച്ചകളും മറ്റും നടന്നു വരുന്നത്. വെടിനിർത്തുക, ഹമാസ് ആയുധം താഴ്വെക്കുക, ആക്രമണം അവസാനിപ്പിക്കുക, പരിപൂർണമായ വെടിനിർത്തൽ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് നടത്തുക, എല്ലാ ബന്ദികളെയും എത്രയും പെട്ടെന്ന് ഇസ്രായേലിനെ തിരിച്ചേൽപ്പിക്കുക. ഇത് മാത്രമാണ് ഈ യുദ്ധത്തിന്റെ പോംവഴി എന്ന് ഹമാസിനെ അറബ് രാജ്യങ്ങളും അതുപോലെ തന്നെ ഈജിപ്തും ഇപ്പോൾ പറഞ്ഞ് ബോധിപ്പിച്ചിരിക്കുകയാണ്. അതല്ലാണ്ട് മറ്റൊരു മാർഗവും ഇസ്രായേലിനെ ഈ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ കാണുന്നില്ല. അമേരിക്ക ശ്രമിച്ചു, ഇസ്ലാമിക രാജ്യങ്ങൾ ശ്രമിച്ചു, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ശ്രമിച്ചു. അതുപോലെ തന്നെ UN-ലെ 193 രാജ്യങ്ങളിൽ 150 രാജ്യങ്ങളിലധികം ഇസ്രായേലിനോട് വെടിനിർത്തൽ ആവശ്യപ്പെട്ടു. അപ്പോഴെല്ലാം ഇസ്രായേൽ പറയുന്നത് വെടിനിർത്തില്ല, യുദ്ധം നിർത്തില്ല, ആദ്യം ഞങ്ങളുടെ ബന്ദികളെ തിരിച്ചേൽപ്പിക്കട്ടെ, അതിനുശേഷമാകാം വെടിനിർത്തൽ ചർച്ച പോലും എന്നാണ് ഇസ്രായേലിന്റെ നിലപാട്. അമേരിക്ക പോലും ഇസ്രായേലിന് മുന്നറിയിപ്പ് കൊടുത്തു. സഖ്യകക്ഷികളെല്ലാം ഇസ്രായേലിന്റെ നയത്തിൽ നിന്ന് പിന്മാറി. സഖ്യകക്ഷികളെല്ലാം UN-ൽ വെടിനിർത്തുവാൻ വേണ്ടി അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. ഇസ്രായേലിനൊപ്പം സുഹൃത്തിനെ പോലെ എന്നും ഒരുമിച്ച് നിന്ന കാനഡ പോലും ഇതിൽ നിന്ന് പിന്മാറി, ഓസ്ട്രേലിയ പിന്മാറി. അവരെല്ലാം സംയുക്ത പ്രമേയം പാസാക്കി ഇസ്രായേലിനെതിരെ. എന്നിട്ടും ഇസ്രായേൽ പറയുന്നത് ലോകത്തിലെ ഒരു രാജ്യവും ഞങ്ങൾക്കൊപ്പമില്ലെങ്കിലും ഈ യുദ്ധം ഞങ്ങൾ തുടരും, ഞങ്ങൾ ജയിക്കും. അത്ര ജൂത പകയാണ് മറുവശത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ അനുനയിപ്പിക്കുവാനുള്ള ഏക മാർഗം ഹമാസ് പരിപൂർണമായി കീഴടങ്ങി ആയുധങ്ങൾ താഴ്വെച്ച് സമ്പൂർണ്ണ വെടിനിർത്തൽ നടത്തുകയാണ് വേണ്ടത് എന്ന് ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥർ പറയുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത യുദ്ധഭൂമിയിൽ നിന്ന് വരുന്നത് ഇസ്രായേലിനെതിരായിട്ടുള്ള ഇസ്ലാമിക ഭീകര
സംഘടനകളുടെ നേതാക്കൾ ഈജിപ്തിൽ ഇപ്പോൾ സമ്മേളിച്ചിരിക്കുകയാണ്. ഇതിൽ ഇറാൻ നേതൃത്വം കൊടുക്കുന്ന ഹിസ്ബുള്ളയുണ്ട്, ഹൂതിയുടെ നേതാക്കളുണ്ട്, അതുപോലെ ഹമാസിന്റെ നേതാക്കളുണ്ട്. ഇവരെല്ലാം ഇപ്പോൾ ഈജിപ്ത് കേന്ദ്രീകരിച്ച് അവിടെ ക്യാമ്പ് ചെയ്ത് ചർച്ചകൾ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇസ്രായേലിലേക്ക് ഒരു റോക്കറ്റ് പോലും വന്നിട്ടില്ല. ഇസ്രായേലിന്റെ ആകാശം വളരെ ശാന്തവും സമാധാനവുമായിരുന്നു. കാരണം ഭീകരവാദികളുടെ നേതാക്കളെല്ലാം ഈജിപ്തിൽ കൂടിയിരുന്ന് കൂടിയാലോചനകൾ നടത്തുകയാണ്. ഗാസയിൽ നിന്നും ലെബനോനിൽ നിന്നുമുള്ള റോക്കറ്റുകൾ, ഡ്രോൺ വിക്ഷേപണം ചെയ്യുന്ന റോക്കറ്റുകൾ, ഇതെല്ലാം ഇസ്രായേലിലേക്ക് കഴിഞ്ഞ 24 മണിക്കൂറായിട്ട് വന്നിട്ടില്ല. 17.5 മണിക്കൂറിനുള്ളിൽ ഉള്ള റിപ്പോർട്ടിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഇത് പങ്കുവയ്ക്കുന്നത്. ആകാശം ശാന്തമായിരുന്നു. ശാന്തമായ ഒരു ദിവസം യുദ്ധം തുടങ്ങിയതിന് ശേഷം അതാണ് ഇസ്രായേൽ അവകാശപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഹമാസിന്റെ നേതാക്കളും മറ്റ് ഭീകരവാദി നേതാക്കളുമൊക്കെ ഇപ്പോൾ ഈജിപ്തിൽ ക്യാമ്പ് ചെയ്യുകയാണ്. എങ്ങനെയാണ് ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടത്? എൻക്ലേവ് മുഴുവൻ, ഗാസയുടെ സ്ട്രിപ്പ് മുഴുവൻ ഇസ്രായേൽ പിടിച്ചെടുക്കുന്നു. പകുതിയോളം പ്രദേശം പരിപൂർണമായി ഗാസയുടെ പ്രദേശം ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിന്റെ കൈവശമായി. കരയുദ്ധത്തിൽ വൻ മുന്നേറ്റം ഇസ്രായേൽ നടത്തി, വലിയ തോതിലുള്ള നാശനഷ്ടം നടത്തി. ഗാസയുടെ 80% ഇൻഫ്രാസ്ട്രക്ചറും 80%-ലധികം ആശുപത്രി സംവിധാനങ്ങളും എല്ലാം തകർത്തു. മരുന്നിന് പോലും സംവിധാനമില്ല. ഈ ഒരു അവസ്ഥയിൽ ഇനി മുന്നോട്ട് പോകുവാൻ ആവുകയില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ ഇസ്ലാമിക ഭീകര സംഘടനകളും അതുപോലെ തന്നെ ഹമാസിന്റെയും ഒക്കെ ഒരു ഉള്ളിലെ നിലപാട്. അവർ ഈജിപ്തിൽ ഒത്തുകൂടുകയാണ്. എങ്ങനെയെങ്കിലും ഇസ്രായേലിന്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഇപ്പോൾ ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കണം. അതുകൊണ്ട് തന്നെ പുതിയ തീരുമാനങ്ങൾ ഉടൻ തന്നെ വരും. ഒരുപക്ഷെ ഗാസയിൽ വെടിനിർത്തുവാനുള്ള, ആയുധം താഴ്വെക്കുവാനുള്ള ഒരു സമാധാന ഉടമ്പടിക്ക് ഹമാസ് നേതൃത്വം കൊടുക്കും. ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഈ സൂചനകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ബന്ദികളെ തിരികെ കൊടുക്കും. ഈ സമയത്ത് 143 ബന്ദികളെ തിരിച്ചു കിട്ടണം എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത്. ഇവരിൽ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ട് എന്നറിയില്ല. പക്ഷേ ഇവരിൽ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബന്ദികളെ തിരികെ കൊടുക്കുവാൻ ഗാസയ്ക്ക്, ഹമാസിന് സാധിച്ചിട്ടില്ല എങ്കിൽ അത് മറ്റൊരു യുദ്ധത്തിന്റെ തുടക്കമാകും. ജൂതപ്പകയുടെ അണപൊട്ടിയ ഒരു രോക്ഷം അതിന്റെ പേരിൽ ഉണ്ടാകും എന്നുള്ളതും ഉറപ്പാണ്. അതായത് ഇസ്രായേലിന്റെ ബന്ദികളെ സുരക്ഷിതമായിട്ട് തിരിച്ചേൽപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും അടുത്ത യുദ്ധം ആരംഭിക്കും. ഹമാസ് ഇപ്പോൾ വളരെ ഞെരുക്കത്തിലാണ്. ആയുധം താഴെ വെക്കണം എന്നുള്ള നിലപാടാണ് ഹമാസിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള മറ്റ് ഭീകര സംഘടനകളുടെ സമ്മർദ്ദം. എങ്ങനെയെങ്കിലും ഇസ്രായേലിനെ തണുപ്പിക്കുക, ഗാസ എൻക്ലേവിലെ പോരാട്ടം അവസാനിപ്പിക്കുക. തൽക്കാലം ഗാസയിൽ നിന്ന് ഇസ്രായേൽ ഇറങ്ങിപ്പോയിട്ടില്ല എങ്കിലും അവരവിടെ തന്നെ കിടക്കട്ടെ. എങ്കിലും ഈ വെടിനിർത്തലൊന്നും നിർത്തിത്തരിക. ആവശ്യമായിട്ടുള്ള ഭക്ഷണവും മരുന്നും മറ്റും ഗാസയിലേക്ക് വരുന്നതിനെ തടസ്സപ്പെടുത്താതിരിക്കുക. ഇതൊക്കെയാണ് ഇപ്പോൾ ഗാസയിലെ ഏറ്റവും പുതിയ നിലപാടുകളും ഹമാസിന്റെ ഭാഗത്തു നിന്നും ഈജിപ്തിന്റെയും അറബ് രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്നുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ. യുദ്ധത്തിന്റെ നാശനഷ്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കനത്ത തോതിലുള്ള ആക്രമണം ഗാസയിൽ തുടരുകയാണ് എന്നും വലിയ തോതിലുള്ള നശീകരണ പ്രവർത്തനങ്ങൾ ഹമാസിന്റെ കേന്ദ്രങ്ങളിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും ഞങ്ങൾ ഒരു കാരണവശാലും ഒരു നിമിഷം പോലും യുദ്ധം നിർത്തിവെച്ചിട്ടില്ല എന്നും അത് ശക്തമായി തുടരുന്നു എന്നും ഇസ്രായേൽ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ആക്രമണത്തിന്റെ റിപ്പോർട്ട് അൽ ജസീറയിൽ നിന്ന് തന്നെ നമുക്ക് പരിശോധിക്കാം. അൽ ജസീറ എന്ന ഇസ്ലാമിക് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് ഈജിപ്തിന്റെ അതിർത്തിയായ റഫയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ വീടുകളും നിരവധി മോസ്കുകളും തകർന്നു. തെക്കൻ ഗാസയിലെ റഫയിലെ ആശുപത്രിക്ക് സമീപമുള്ള ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിന് നേരെ തത്സമയം ബോംബിടുന്ന ദൃശ്യങ്ങൾ അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. വ്യോമാക്രമണം റഫ അതിർത്തിയിൽ, ഈജിപ്തിന്റെ അതിർത്തിയായിട്ടുള്ള ഗാസയുടെ ഭാഗത്ത് വലിയ തോതിൽ ഉണ്ടാവുകയാണ്. ഇതിന്റെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരവസ്ഥ എന്താണ് എന്ന് ചോദിച്ചാൽ, വടക്കൻ ഗാസയിൽ നിന്ന് ദശലക്ഷക്കണക്കിന് ആളുകൾ അഭയം തേടിയ പ്രദേശമാണ് ഈ റഫ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ. ഇവിടെയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ മാരകമായിട്ടുള്ള ആക്രമണം. ജനവാസ കേന്ദ്രത്തിലെ വീടുകൾ കേന്ദ്രീകരിച്ച് ഹമാസിന്റെ ഭീകരന്മാർ ഒളിച്ചിരിക്കുന്നു എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ജീവൻ ആവശ്യമുള്ളവർ അല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ടെന്റുകളിലേക്ക് മാറുക, വീടുകൾ ഉപേക്ഷിക്കുക. വീടുകൾക്കുള്ളിൽ ഹമാസിന്റെ ഭീകരർ അഭയം തേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീടുകൾ ലക്ഷ്യമാക്കി റെയ്ഡുകളും ആക്രമണങ്ങളും ഉണ്ടാകും. ജനങ്ങൾ ടെന്റുകളിലേക്ക് മാറുവാൻ ആണ് ഇസ്രായേലിന്റെ ആഹ്വാനം. ജനസാന്ദ്രത ഇപ്പോൾ റഫയിൽ ഉയർന്നിരിക്കുകയാണ്. ഇപ്പോൾ 1 കിലോമീറ്ററിൽ
12,000 ആളുകളിൽ കൂടുതലായിട്ട് കണക്കാക്കുന്നു. വലിയ ജനക്കൂട്ടമാണ് റഫേൽ. ഇത് മുമ്പുണ്ടായിരുന്നതിന്റെ 4 ഇരട്ടി വർധനവാണ്. 4 ഇരട്ടി ജനങ്ങൾ റഫേലെ ഇവിടെ വർദ്ധിച്ചിരിക്കുന്നു. ദശലക്ഷക്കണക്കിന് ആളുകൾ വടക്കൻ ഗാസയിൽ നിന്ന് ഓടി അഭയം തേടിയ ഈ തെക്കൻ പ്രദേശത്താണ് ഇപ്പോൾ യുദ്ധം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹമാസും ഇസ്ലാമിക രാജ്യങ്ങളും ഒക്കെ വലിയ ആശങ്കയിലാണ്. ഹമാസിന്റെ ഭീകരന്മാർ ഈ ജനവാസ കേന്ദ്രത്തിൽ ജനങ്ങൾക്കൊപ്പം നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അവരെ ലക്ഷ്യമാക്കി റെയ്ഡുകളും ആക്രമണങ്ങളും നടക്കുന്നു. ഇതിനകത്ത് പല നിരപരാധികളായിട്ടുള്ള ആളുകൾ മരിക്കുന്നു. ഇങ്ങനെയുള്ള വലിയ അവിടെ മറകളൊന്നുമില്ല. ഹമാസിന്റെ പരിചകൾ ഉൾപ്പെടെയാണ് ഈ കുറി യുദ്ധത്തിൽ തകരുന്നത്. മുമ്പുള്ള യുദ്ധങ്ങളിൽ ഹമാസ് ജനങ്ങളെ പരിചയാക്കുമ്പോൾ, സ്കൂളുകളെയും മോസ്കുകളെയും ആശുപത്രികളെയും പരിചയാക്കുമ്പോൾ ആ പരിചകളിൽ തട്ടി ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുമായിരുന്നു. അത് ആ പോയിന്റ് കടന്ന് കയറുകയില്ലായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല സ്ഥിതി. അത് മോസ്ക് ആയാലും പള്ളിയായാലും സ്കൂളായാലും അതെല്ലാം തകർത്തെറിയുകയാണ് ഇസ്രായേൽ. ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ യുദ്ധം വ്യാപിക്കുമ്പോൾ വടക്ക് നിന്ന് ജീവൻ ആഗ്രഹിച്ച ആളുകൾ തെക്കോട്ട് പലായനം ചെയ്ത ആ തെക്കൻ ഗാസയിലെ ക്യാമ്പുകളിൽ ഇപ്പോൾ ഇസ്രായേലിന്റെ ആക്രമണം നടക്കുന്നു. അൽ ജസീറ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ഏതാനും മണിക്കൂറിനുള്ളിലുണ്ടായ വ്യോമാക്രമണത്തിൽ 140-ലേറെ പേരാണ് കൊല്ലപ്പെട്ടത്. ഡസൻ കണക്കിന് ആളുകൾക്ക് മുറിവേറ്റു, പരിക്കേറ്റു. വലിയ വലിയ കെട്ടിടങ്ങളും 100 കണക്കിന് റെസിഡൻഷ്യൽ ഏരിയകളും ബോംബിട്ട് തകർത്തിരിക്കുകയാണ് ഇസ്രായേൽ. ഇത് അൽ ജസീറ തന്നെ പങ്കുവയ്ക്കുന്നതാണ്. താൽക്കാലിക ഷട്ടറുകളിലും മറ്റും ജീവിക്കുന്നവർക്ക് മതിയായ കക്കൂസ് സൗകര്യങ്ങളോ വെള്ളങ്ങളോ ശുചിത്വ സൗകര്യങ്ങളോ ഒന്നുമില്ല. വലിയ ജനക്കൂട്ടമാണ് അസൗകര്യങ്ങളിൽ ഇപ്പോൾ പ്ലാസ്റ്റിക് ടെന്റ് വിരിച്ചും മറ്റും കിടക്കുന്നത്. ഭക്ഷണം, വെള്ളം, പാർപ്പിടം, സംരക്ഷണം ഇതെല്ലാം ഇപ്പോൾ ഗാസയിലെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഇസ്രായേൽ ജനങ്ങളോട് സുരക്ഷിത സ്ഥാനത്തേക്ക് പോകുവാൻ ആവശ്യപ്പെടുന്നത് ടെന്റുകളിലേക്ക്, പ്ലാസ്റ്റിക് വിരിച്ച ടെന്റുകളിലേക്ക് പോകുവാനാണ്. ദിനം പ്രതി യുദ്ധത്തിന്റെ കാഠിന്യം വർദ്ധിക്കും. കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ചും വീടുകളും സ്കൂളുകളും ആശുപത്രികളും മോസ്കുകളും കേന്ദ്രീകരിച്ചും ആക്രമണമുണ്ടാകും എന്ന മുന്നറിയിപ്പുകൾ ഇസ്രായേൽ നൽകുന്നു. 1 ഡസനോളം മോസ്കുകൾ ഇപ്പോൾ റഫേൽ തകർത്തു എന്നാണ് അൽ ജസീറ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.